ഇപ്പം സമയം രാവിലെ 5 മണി 5:15 മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ ഇത്ര രാവിലെ ഞാൻ വന്ന് നിൽക്കുന്നത് എറണാകുളത്തേക്ക് പോകാനുള്ള ഒരു ബസ് കാത്താണ്. ജോലിക്കോ ഇൻ്റർവ്യൂവിനോ ഒന്നുമല്ല ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നത്, ഒരു സിനിമ കാണാനാണ്. ഈ വരുന്ന വണ്ടി അങ്ങോട്ടല്ല, ഈ വണ്ടിക്കല്ല ഞാൻ പോകുന്നത്, ഇത് മൂന്നാർ വണ്ടിയാണ്. എനിക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് വരുന്ന വണ്ടിയിൽ. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ KSRTC ബസ് യാത്ര ആസ്വദിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരനും അവിടെ ചില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. മഴ പെയ്തു. മഴ വിത്ത് KSRTC യാത്ര. ആവും അന്തസ്. അങ്ങനെ ആ യാത്രയ്ക്കെല്ലാം ഒടുവിൽ ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേനും വൈറ്റില ഹബ്ബിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഹബ്ബിൻ്റെ അങ്ങോട്ട് അവന്മാർ കയറ്റി വിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് മെട്രോയ്ക്കാണ്. ആ മെട്രോയിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പോഴും എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ? നമ്മൾ പോകുന്നത് ലുലു മാളിലേക്ക്, PVRലാണ് നമ്മളിന്ന് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മെട്രോയുടെ എൻട്രൻസിലൂടെ കയറി. ആ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന വ്യക്തി വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഒട്ടും വൈകാതെ തന്നെ മെട്രോ ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടച്ച് അതിൻ്റെ അകത്തേക്ക് കയറി. എന്തോ അത്ഭുതം കണ്ട പോലെ നോക്കുന്ന എൻ്റെ ഫ്രണ്ട് ഹരീഷ് ചേട്ടായി. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ലുലു മാളിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല ലുലു മാളിൽ വരുന്നത്. വ്ലോഗ് കണ്ടാൽ ചിലപ്പോൾ ആദ്യമായിട്ടൊന്നും തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. രാവിലെ ഇറങ്ങിക്കൊണ്ട് നല്ല വിശപ്പായിരുന്നു. അവിടെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. കൊച്ചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗായ്സ്, ഒറ്റ കട രാവിലെ തുറന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ഒരു കടയിൽ കയറി. അവിടെ ആണെങ്കിൽ 5 പൈസയ്ക്ക് ഇല്ലാത്ത ഫുഡായിരുന്നു. പക്ഷേ വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളതെല്ലാം കഴിച്ചു. പിന്നെ പ്രോട്ടീനായിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും മേടിച്ചു. പിന്നെ ചായക്ക് പിന്നെ ഒരു ചുവയില്ലായിരുന്നു, എന്നാലും ഞങ്ങൾ കുടിച്ചു, വിശന്നിരിക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ മുന്നിലെത്തി. ഞങ്ങളാണ് ഫസ്റ്റ്. ആരും വന്നിട്ടില്ല. ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 1 മാസം മുമ്പെടുത്ത ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് PVRൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. PVRൻ്റെ വലിയ മാറ്റമൊന്നുമില്ല, മനസ്സിലായില്ലേ ഏതാ പടം? സ്പൈഡർമാനാണ്, ബ്രാൻഡ് ന്യൂയുടെ 4DXലാണ് കാണാൻ പോകുന്നത്. നേരത്തെ ചെന്നുകൊണ്ട് കുറച്ച് നേരം പോസ്റ്റേ പിടിച്ചു. നമ്മൾ പടം കാണാൻ വന്നിരിക്കുകയാണ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. പക്ഷേ ഇവിടെ 8:30ക്കാണ് പടം ഓപ്പൺ ചെയ്തിട്ടുള്ള, നേരത്തെ കയറ്റി വിട്ടില്ല. പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. 4DX ആദ്യമായിട്ടല്ല കാണുന്നത്, കുറേ തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും 4DX എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ആക്ഷൻ മൂവീസ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണത്. ഇവരും ഞങ്ങളെപ്പോലെ തന്നെ പണിയും പഠിപ്പൊക്കെ കളഞ്ഞിട്ട് പടം കാണാൻ രാവിലെ എണീറ്റ് വന്നവരാണ്. അങ്ങനെ അവസാനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, തള്ളി കയറി അകത്തേക്ക് ചെന്നു. സീറ്റ് നമ്പറൊക്കെ ഉണ്ട്, എന്നാലും തള്ളി കയറി ചെല്ലുന്നത് ഒരു ശീലമായി പോയി. 3D ഗ്ലാസ്സൊക്കെ നോർമൽ ഗ്ലാസ് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ വെച്ച് കുറച്ച് ഷോ ഇറക്കിക്കൊണ്ടിരുന്നു. അവിടെ നമുക്ക് 4DX എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചെറിയൊരു ഡെമോ പോലത്തെ സാധനം കിട്ടി, പ്ലേ ചെയ്തു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതൊക്കെ രസമായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞിറങ്ങി. പടത്തിന് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ കണ്ടിറങ്ങിയുള്ളൂ. പടം ഒരു രക്ഷയില്ല, കിടിലൻ പടമാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്.